എനിക്ക് വയ്യ. പണിയെടുത്ത് വയ്യാതെ. വാഷിംഗ് മെഷീനിന്റെ തുണി പെട്ടെന്ന് കഴുകിയെടുക്കാന്ന് പറഞ്ഞാ ടീഷർട്ടിന്റെ ഷേപ്പ് പോകുന്ന ഒരാള്, ബെഡ്ഷീറ്റിൽ അഴുക്ക് പോകില്ലെന്ന് മറ്റൊരാള്, ഭർത്താവോ ഹെൽപ്പ് ചെയ്യൂല. 2 പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും വിചാരിച്ചല്ല. ഇവളുമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ എന്തു ചെയ്യുമോ എന്തോ. ഈശ്വരാ, ഒരു പ്രാർത്ഥനയുണ്ട്. ഇവളുമാർക്കൊക്കെ സീരിയലൊക്കെ കാണും പോലെ നല്ല ആറ്റം ബോംബ് പോലത്തെ 2 അമ്മായിമ്മമാരെ കിട്ടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നമ്മൾ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നോണ്ട് എല്ലാം എളുപ്പപ്പണി. അമ്മ അത് ചെയ്തതാ, അമ്മ ഇത് ചെയ്തതാ, മണി അതെടുക്ക്, മണി ഇതെടുക്ക്. ഓർഡർ ഇടലൊക്കെ തീരണം എനിക്ക് കാണും. പിങ്കി ചേച്ചിയെ, പിങ്കി ചേച്ചി രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് മോളിൽ റൂമിൽ കയറിപ്പോയി. ഇനി അടുത്ത ഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേ താഴെ ഇറങ്ങി വരുള്ളൂ. അല്ല ആന്റി, ഈ ജോലിയൊക്കെ പിങ്കി ചേച്ചി വെച്ച് ചെയ്തൂടെ? ആ ബെസ്റ്റ്. അവളെ ഒരു പാത്രത്തിൽ കുറച്ച് ചിപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പ്ലേറ്റിൽ ഇട്ട് വെച്ചിരുന്നാ മതി. ആരും വിളിക്കാതെ മണം അടിച്ചിങ്ങ് വരും. അതേസമയം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാർ മൊത്തം കേട്ടാലും പിങ്കി ചേച്ചി കേൾക്കൂല. അവളെ വിളിക്കണവന്റെ പകുതി എനർജി മതി എനിക്ക് ജോലിയൊക്കെ ചെയ്തു തീർക്കാൻ. അല്ല ആന്റി, ഞാൻ കൊറേ നാൾ ചോദിക്കണം പറഞ്ഞ് നിക്കായിരുന്നു. എന്തോന്ന് കാര്യം? നിങ്ങൾ വാ. അല്ല, ഈ ചേച്ചിനെ കണ്ട അന്ന് തൊട്ട് ഞാൻ നോക്കുകയാണ്. ചേച്ചിക്ക് തീറ്റയുടെ അസുഖം എന്താണ്? തീറ്റയുടെ അസുഖല്ലേ? ഈ വീട്ടിൽ ആർക്കും ഇല്ലല്ലോ. അതെ, പിങ്കി ചേച്ചി ബേബി ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വലുതാകുമ്പോ ഇതുപോലൊരു തീറ്റപ്രാന്തിയാവുന്നു. അതെങ്ങനെ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് നോക്കിയാ? അത് ഒന്നുമില്ല ആന്റി പറഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാല്, രവി അങ്കിളില്ലേ, അത് പിങ്കി ചേച്ചിയുടെ അച്ഛൻ. രവി അങ്കിളിന്റെ അപ്പൂപ്പൻ, അച്ഛന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പൻ ഉണ്ടല്ലോ ഭയങ്കര ഒരു വലിയ തീറ്ററപ്പായി ആയിരുന്നു. തീറ്ററപ്പായി തന്നെ അറിയാവോ എന്താണെന്ന്? കൊറേ ഭക്ഷണം കഴിച്ച് കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആളാണ്. ഫുഡ് കഴിക്കണ കോമ്പറ്റീഷന് 200 ഇഡ്ഡലി 300 ഇഡ്ഡലി ഒക്കെ കഴിച്ച് ഭയങ്കര കോമ്പറ്റീഷനൊക്കെ പോയിട്ട് ഫസ്റ്റ് എപ്പോഴും അടിക്കുന്ന ആളാ. അങ്ങനെ അപ്പൂപ്പന് കുറെ വയസ്സായതിനു ശേഷം അപ്പൂപ്പൻ ഇതേപോലത്തെ മത്സരത്തിനൊക്കെ പോയി ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ടിരും. അങ്ങനെ ഒരു ദിവസം അപ്പൂപ്പൻ ഒരു കോമ്പറ്റീഷന് പോയപ്പോ തോറ്റുപോയി. അതിലും വലിയ തീറ്ററപ്പായി വേറെ വന്നു. ആ ദിവസമായിരുന്നു പിങ്കി ചേച്ചിയുടെ ചോറും. അപ്പൊ കോമ്പറ്റീഷനിൽ തോറ്റ ദേഷ്യത്തിലേ അപ്പൊ ഇരിക്കായിരുന്നു. കഴിഞ്ഞ് തോറ്റ് വന്നിട്ട് നേരെ വന്ന് പിങ്കി ചേച്ചിയുടെ വായിലേ ഒരു വറ്റ് ചോറെടുത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഈ തീറ്റ കോമ്പറ്റീഷന് പോന്ന് നിർത്തിയിരുന്നു. ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ഞങ്ങൾക്ക് അന്നേ മനസ്സിലായി ആ അപ്പൂപ്പന്റെ പ്രാക്കാണ് ഇവിടെ കിടന്ന് കിടക്കുന്നത്. അവള് തീറ്ററപ്പായി ആവോ എന്തോ. മനസ്സിലായി? ആയില്ലേ? പിന്നെ ശരി, ഞാൻ കണ്ടിട്ട് വരാം. നീ ഇത് ഇവിടെ വന്നിരിക്കുകയാണ്? അതെ, ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നല്ല, ഞാൻ തുണി വിരിക്കാൻ വേണ്ടി വന്നു. അപ്പൊ കാർത്ത് വന്നപ്പോ വർത്താനം പറയാൻ വേണ്ടി ഒന്ന് 2 മിനിറ്റ് ഇരുന്നു. ഞാനിത് എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തിന്? എനിക്ക് ഞങ്ങളൊരു ചായ വേണം. ഇപ്പഴോ? സ്ട്രോങ് ആയിട്ട് ചായ. ഇപ്പൊ ചായ വേണോ? വെറുതെ ഇരുന്നിട്ടേ എനിക്കൊരു വല്ലായ്മ. വെറുതെ ഇരുന്ന ക്ഷീണം മാറ്റാനായിട്ട് കടുപ്പത്തിലൊരു ചായ അല്ലേ? മനസ്സിലായി. ഇവിടെ മനുഷ്യൻ മാട് പോലെ പണിയെടുക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഒരു മനുഷ്യയില്ല. എന്തിനാ? നിനക്ക് പ്രത്യേകിച്ച് വെള്ളം എടുത്തു തരാൻ ആരെങ്കിലും വേണോ? നിനക്ക് അടുക്കളയിൽ പോയി എടുത്ത് കുടിച്ചുകൂടാ? തന്നെ എടുത്ത് കുടിക്കണം ദാഹിക്കുമ്പോ? അതെ. ആണോ? ആണല്ലോ. ഉറപ്പിച്ചേ? അപ്പൊ ചായ കുടിക്കണം തോന്നുമ്പോ അടുക്കളയിൽ പോയി തന്നെ ഇട്ട് കുടിക്കണം കേട്ടോ. അപ്പൊ എനിക്കൊരു ചായ ഉണ്ടാക്കി തരാൻ നിനക്ക് പറ്റത്തില്ലല്ലേ? ഇപ്പൊ പറ്റത്തില്ല. നീ തന്നെ ഇത് പറയണം പെങ്ങളെ. നിന്റെ കുഞ്ഞുനാളില് അമ്മ നിന്നെ കുളിപ്പിക്കാനായിട്ട് എണ്ണയും തേപ്പിച്ച് പാളെ കിടത്തും. എന്നിട്ട് എന്റെ അടുത്ത് പറയും, നീ ഒന്ന് നോക്കണേന്ന്. ഒരു കൊതുവോ ഈച്ചയോ കുത്താതെ ഞാൻ എത്ര മണിക്കൂർ നിന്നെ നോക്കിയിട്ടുണ്ടെന്നറിയോ? അതൊന്നും നിനക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയാ. മണിക്കുട്ടൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ ഈ പറഞ്ഞപ്പോ ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സോറി. ഞാൻ ചായ ഇട്ടേ ഇപ്പൊ ഇട്ടാ. ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യൂ എന്നെ. ഈ തുണി ഒന്ന് അങ്ങോട്ട് വിരിക്കോ? ആ തുണി കുറച്ച് ബാക്കിയുണ്ട്, ഒന്ന് വിരിച്ചു തരുമോ? അല്ല, അതെന്ന് പറഞ്ഞാല് പെങ്ങളെ വിരിച്ചു തരാൻ പറ്റാഞ്ഞിട്ടല്ല. അതായത് ഈ കളരി നിയമപ്രകാരം കളരി ഗുരുക്കന്മാരും മുറ്റമടിക്കുകയോ ഇതുപോലെ തുണി വിരിക്കുകയോ പാടില്ലെന്ന കളരി നിയമം. അതുകൊണ്ട് മാത്രമാ.
ആണല്ലേ ആ. എന്നാലേ അടുക്കളയിൽ വേറൊരു നിയമമുണ്ട്. എന്തുവാ? ചെയ്ത പണി തീർക്കാതെ അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് മറ്റൊരു നിയമമുണ്ട്. തുണി വിരിച്ചിട്ട് ചായ ഉണ്ടാക്കി തരാം. വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എനിക്കൊന്ന് ചായ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഉറപ്പാണോ? മൂത്തോക്കി പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് നിന്റെ ചായ വേണ്ടാടി. എടി അതെ, നമ്മുടെ ആ ജോസഫ് അച്ചായന്റെ ചായക്കട ഉണ്ട് അവിടെ. 8 രൂപ കൊടുത്താൽ മതി. എല്ലാം 1 തരം. നീ ഉണ്ടാക്കുന്ന ചായക്കെട്ട് നല്ല ചായ കിട്ടും. ഞാൻ അവിടെ പോയി കുടിച്ചോ. ആ എന്നാ അത് ആദ്യം അങ്ങ് ചെയ്താ പോരെ. ആ ആ ചെല്ലേ കുടിക്ക്. ആ ആ ആ ചേച്ചി ചേച്ചി എന്ത് ഞാൻ എത്ര നേരം ചേച്ചി ചെവി കേട്ടൂടെ? എടി ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്നും മിണ്ടായിരിക്കാം. ഞാൻ ഈ കാർട്ടൂൺ ഒന്ന് കണ്ടു തീർത്തോട്ടെ. നല്ല പ്രായം കാർട്ടൂൺ. നീ എന്തിനു വന്നേ? ഞാൻ വന്നതാ. ആ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാന് വീട്ടിൽ നിന്നപ്പോ ഒന്ന് ബോർ അടിച്ചപ്പോ ഇങ്ങോട്ട് വരാൻ തോന്നി, അങ്ങനെ വന്നതാ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഉം. കുറച്ചേരം വായി വെച്ച് മിണ്ടായിരി. ആഹാ. ഓ ശരി ചേച്ചി. ചേച്ചി ചേച്ചിയുടെ അടുത്തൊരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പറയണ്ട. ചേച്ചി ആ ചേച്ചിയുടെ ലൈഫ് കാണുമ്പോൾ എനിക്ക് അസൂയാണ് വരുന്നത്. അസൂയ. അന്ന് അസൂയ. ആ 24 മണിക്കൂർ ഒരു പണിയും ചെയ്യാൻ ടിവിയും കണ്ട് കുറെ ഫുഡ് അടിച്ച് കിടക്കുമ്പോൾ എനിക്ക് കാണും. അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ നീ രാവിലെ തന്നെ കയറി വന്ന് എന്റെ വായിരിക്കണ കേൾക്കാനാണോ? ഓ ബിസ്ക്കറ്റിന്റെ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കുള്ളൂ. മിണ്ടാതെ ഇരുന്നില്ലെങ്കിൽ ആന പനം പട്ട് എടുത്ത് തൂക്കി എറിയണക്ക് ഞാൻ എടുത്ത് എറിഞ്ഞോളൂ കടല. എനിക്ക് സമാധാനം. ഇപ്പോഴെങ്കിലും ചേച്ചി ആ ആനയാണെന്ന് തെളിയിച്ചെന്നല്ലോ, അത് മതി എനിക്ക്. എന്നടി ഞാൻ ആന തന്നെ. ആനക്ക് വയലന്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നറിയോടി? ഇതൊന്നേ ഹലോ എന്തടി? എങ്ങോട്ട്? ഷേ പൊന്മുടിയാ? ഞാനുണ്ട്. എത്ര രൂപ? 500. 500 എനിക്കൊരു വിഷയമല്ല. എന്റെ അച്ഛൻ്റെ അടുത്ത് 500 രൂപ ചോദിച്ചാലേ 1000 രൂപ എടുത്ത് എനിക്ക് തരും. നീ മൊത്തം സെറ്റ് ചെയ്തോ, ഞാൻ വരാം. ശരി ഓക്കെ. കറുത്തു നീ വല്ലതും കേട്ടോ? കേൾക്കാതിരിക്കാൻ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല, ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഒരു സ്ഥലത്ത് പോവാ. എങ്ങോട്ടാന്ന് ചോദിരി. എങ്ങോട്ട്? പൊന്മുടി. എങ്ങോട്ട്? പൊന്മുടി കേട്ടാ? ഓക്കെ, ട്രിപ്പിന് പോന്നു. പക്ഷേ ചേച്ചി ഫ്രണ്ട്സ് പോകും, ചേച്ചി പോകൂല. അത് ഞാൻ പോവാത്ത. എന്തായാലും ദൈവങ്ങൾ അങ്ങനെ പൈസ തരൂല. 500 രൂപയല്ലേ പറഞ്ഞിരിക്കുന്നത്, എന്തായാലും തരൂല. അത് 100% ഉറപ്പാ. ആര് പറഞ്ഞു എന്റെ അച്ഛൻ എനിക്ക് പൈസ തരൂലെന്ന്? നിനക്ക് കാണണോ? നീ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ അച്ഛൻ എനിക്ക് പുഷ്പം പോലെ 500 രൂപ എടുത്തരും. എങ്ങനെ? പുഷ്പം പോലെ കേട്ടോ? പറഞ്ഞിരിക്കാൻ കൂടെ വാ അങ്ങോട്ട്. എന്റെ കൂടെ വാ അങ്ങോട്ട്. ഞാൻ പറയാം. വാ, അതെടക്കിടക്കിട്ട് വാ, ഇങ്ങോട്ട് വാ. പോ. 1200 വർക്ക്ഷോപ്പിൽ സ്കൂട്ടർ. പിങ്കി റിങ്കി ട്യൂഷൻ 4200 പഠിക്കുന്നുണ്ട്. 1500 രൂപ മിൽക്ക്. മണിക്കെന്തോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. 500 രൂപ. പേപ്പർ മാറിയിരിക്കും മൊച്ചേ. എന്തോന്ന് വെച്ചാ ഇപ്പൊ ചെയ്തത്? ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ കൈ വന്ന് പിടിച്ച് പച്ച ഇങ്ങനെയാണോ പറയണ്ടേ? അതും കാർത്തു കൂടെ ഉള്ളപ്പോ. മക്കളിങ്ങ പെടം കണ്ട അതെ. നമ്മുടെ ഈ മാസത്തെ വരവ് ചെലവ് കണക്കുകൾ അച്ഛൻ നോക്കുമായിരുന്നു. അപ്പൊ മോള് വന്ന് ഇങ്ങനെ പിടിച്ചപ്പം തെറ്റിപ്പോയി. അപ്പൊ അത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ മാറിയിക്കാൻ പറയുമ്പോ കുറച്ച് ദേഷ്യമായി പോയി. മക്കളെ പെടം കണ്ട കേട്ടോ. അച്ഛാ, അച്ഛൻ്റെ ഒരുപാട് 500 രൂപ നോട്ടൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ മിച്ചം വന്ന കാശാണോ? ഇത് മിച്ചം വന്നെന്ന് പറയാൻ പറ്റൂല. ഇനി ഈ മാസത്തെ നമ്മുടെ ചെലവിന്റെ വീട്ടു ചെലവിന്റെ പൈസയും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ മിച്ചം വന്നെന്ന് പറയാം. അതെല്ലാം കൂടെ കണക്ക് കൂട്ടി ഒന്ന് പെട്ടെന്ന് മാറ്റച്ചാ.
ത്രികൊണ്ടം ഞാൻ നോക്കട്ടെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ അച്ഛാ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ, നല്ല ഷർട്ട്, പക്ഷെ ഇതിനെക്കാട്ടും ചേരുന്നത് അച്ഛന് ചുമന്ന കളർ ഷർട്ടാ. അച്ഛനെ, ഈ ഷർട്ടിന്റെ ചേർച്ചയൊക്കെ നീ പറഞ്ഞു തരണ്ട. എനിക്ക് കാര്യം മനസ്സിലായി. എന്തോ വളഞ്ഞു കെട്ടി വരികയാണല്ലോ എന്തോ പറയാനായിട്ട്. അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല അങ്കിളെ. അങ്കിളെ, ചേച്ചിക്ക് അങ്കിളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. എന്ത് മോളെ, എന്ത് പറയാനുണ്ട്? അതച്ഛാ, എന്റെ കൂട്ടുകാരി രമ്യല്ലേ, രമ്യ, കുറച്ചു മുമ്പ് എന്നെ വിളിച്ചായിരുന്നു. അവരെല്ലാരും കൂടെ ടൂറ് പോവാ. അപ്പൊ എന്റെ അടുത്തും കൂടെ വരാൻ പറഞ്ഞു. കാരണം ഞാനില്ലാതെ അവരെ ഒന്നും വീട്ടിൽ നിന്ന് വിടത്തില്ല. ഞാനാണല്ലോ അവരുടെ ലീഡർ. അപ്പം അതുകൊണ്ട് ഞാൻ ടൂറ് പോവാണ്. അപ്പൊ അച്ഛൻ എനിക്കൊരു 500 രൂപ തരണം. മോളെ, നിനക്ക് ടൂറ് പോവാൻ 500 എന്നല്ല, 5ന്റെ പൈസ ഞാൻ തരൂ കേട്ടോ. അച്ഛാ, ഒരു 500 രൂപ തരാൻ എന്തോ അച്ഛാ പാട്. അച്ഛൻ്റെ കയ്യിൽ കുറെ 500 രൂപ ഉണ്ടല്ലോ. അതിനകത്തുനിന്ന് ഒരു 500 രൂപയുടെ അടുത്ത് 500 നോട്ട് എടുത്ത് എനിക്ക് തന്നാ പോരെ. 500 രൂപ എടുത്ത അല്ലല്ല, നീ എവിടെ പോണു ടൂറിന്? പൊന്മുടിയിലാ? പിങ്കി, കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മളെല്ലാരും കൂടെ പൊന്മുടി പോയത്? ഫാമിലി ആയിട്ട് പോയത് ഓർമ്മയില്ലേ? അതെ അച്ഛാ, നമ്മൾ ഫാമിലി ആയിട്ടല്ലേ പോയത്. ഫാമിലി ആയിട്ട് പോകുമ്പോ എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുപോലെ അല്ലല്ലോ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോണേ. ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ അടിച്ച് പൊളിച്ച് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് പോകാം. അല്ലേ കാർത്തു? അല്ലേ കാർത്തു? എന്നല്ല, എനിക്ക് ഫാമിലിയോടെ പോകാനാണ് ഇഷ്ടം. എന്നാൽ അവരുടെ അച്ഛനമ്മേരെയും കൂടെ സുരക്ഷിതമായിട്ട് നമുക്ക് പോവാം. നമ്മൾ ഈ ഫ്രണ്ട്സിനൂടെ പോകുമ്പോഴാണ് നമ്മള് കുറെ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. കണ്ടാ ആ കൊച്ചു പറഞ്ഞത്? അതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോ. പോത്ത് പോലെ വളർന്ന് പോ. അതച്ഛാ, ഞാൻ 500 രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ടൂറിന് പോയിരിക്കും. അതിപ്പോ അച്ഛന്റെ കീശയെന്ന് എടുത്തിട്ടായാലും ഞാൻ പോവും. കേട്ടില്ല? പിന്നെ രവീന്ദ്രനാഥിന്റെ 2ാമത്തെ മോളായി പറയുന്നത്. എന്നാ കേട്ടോ, ആ മോളുടെ അച്ഛൻ രവീന്ദ്രനാഥാ പറയണ. നീ എന്റെ പൈസ വാങ്ങിച്ച് പോവൂല. പോയിരിക്കും. കാണാം. ടൂറ് പോവാൻ വേണ്ടി ഇവിടെ ഞാൻ കിടന്ന് വിടുന്ന പാടെ എനിക്കറിയാം. ഓരോ മാസവും ചെലവ് കൂടി വരിക. അവളെ വിശ്വസിക്കാൻ പറ്റൂല. അവള് പറഞ്ഞ ചെയ്യും. ഇവിടെ വെച്ചാ ശരിയാവൂല. കണക്കൊക്കെ പിന്നെ നോക്കാം. ഇങ്ങനെ അടിച്ച് മാറ്റി വെച്ചാൽ ചുവന്ന കളർ കൊല്ലത്തേക്കും കാശ് ഗോവിന്ദ ഗോവിന്ദ നാരായ ഗോവിന്ദ 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 പൊന്മുടി ഗോവിന്ദ. നീ ഞാൻ അകത്ത് പറഞ്ഞ കേട്ടില്ലേ? അച്ഛന്റെ പോക്കറ്റിനകത്തുനിന്ന് കാശെടുത്ത് ഈ പിങ്കി ടൂറ് പോയിരിക്കും. അഥവാ എനിക്ക് കാശെടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീട്ടിനകത്തുള്ള ഏതെങ്കിലും ആക്രി പറക്കി വിറ്റിട്ടായാലും ഞാൻ പോകും. കേട്ടാ? ഇതില് 2ാമത്തെ പറഞ്ഞ കാര്യം എന്തായാലും നടക്കും. താങ്ക് യു. ഞാൻ നോക്കിയിട്ട് കൂട്ടത്തിലെ ഏറ്റവും വലിയ ആക്രി ചേച്ചി തന്നെയാണ്. എന്താടി കുരിപ്പ നീ പറഞ്ഞ? ചേച്ചി ആക്രിയാണെന്ന്. ഞാൻ ഓക്രിയോ? ഞാൻ ഓക്രിയോടി? ശരിയാക്കി എടുത്തടി നിനക്ക്. അയ്യോ, ആന കുത്തോട്ടിക്കണം. ഗുരുക്കളെ, ഗുരുക്കൾക്ക് എന്നെ വല്ല ഓർമ്മയുണ്ടോ? പുതിയയുടെ വീട്ടില് കളരി പഠിക്കാൻ ശിഷ്യൻ അവിടെ വന്നിട്ടുണ്ട്. എന്റെ ശിഷ്യനാണോ? ഓ എടാ മക്കളെ, അതെ ലക്ഷക്കണക്കിന് പേരില്ല എന്റെ അടുത്ത് ഈ കളരി പഠിക്കാൻ വേണ്ടി വരുന്നത്. ഒന്നും ഓർമ്മ നിൽക്കത്തില്ല. സാരമില്ല. സോറി. എങ്ങോട്ട് പോന്ന്? കല്യാണം വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ഗുരുക്കളെ കാണാൻ വേണ്ടി തന്നെ വന്നേ. എന്നെ കാണാൻ വന്നു? എന്തിന്? അല്ല ഗുരുക്കളെ, ഓർമ്മയുണ്ടോന്ന് അറിയില്ലേ, 500 രൂപ ഫീസിന്റെ കൂടെ എക്സ്ട്രാ തന്നായിരുന്നു. അതെനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വേണമായിരുന്നു. 500 രൂപ എക്സ്ട്രാ തന്നു? എവിടെ വെച്ച്? ഗുരുക്കളെ അങ്ങനെ പറയരുത്. ഗുരുക്കളെ എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച് കാണുമ്പോ ചോദിച്ചാൽ മതി 500 രൂപ എക്സ്ട്രാ തന്നത് തിരിച്ചു തരാന്ന്. ആണോ? അധികം തന്നായിരുന്നില്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ എന്നാ പിന്നെ കാണാം. അല്ല,
അങ്ങനെ പറയാൻ പറ്റില്ല അച്ഛനെ. ഞാനിപ്പോ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ 500 രൂപ വേണം. എടാ അതേ ആ. സത്യമായിട്ട് ഞാൻ 500 രൂപ തരാനുള്ളതാണോ? അച്ഛനെ സത്യമായിട്ടും തന്നേക്കാം. എനിക്ക് ഓർമ്മയില്ലടാ, ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ എന്റെ കൂടെ ഈ കളരി പിടിക്കാൻ വരുന്നത്. അപ്പൊ എല്ലാവരുടെ പേരോ ഒന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അത് സാരമില്ല. തന്നേക്കാം. ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലോട്ട്. അച്ഛനെ ആ പരിപാടി നടക്കൂല. അല്ലെ എടാ, ഞാനിപ്പോ എന്റെ പെങ്ങടെ വീട്ടിൽ വന്നതാ. അതാ ആ കാണുന്ന എന്റെ പെങ്ങടെ വീട്. ബാങ്ക് മാനേജർ അളിയൻ. ബാങ്ക് മാനേജർ എന്നല്ലേ പറഞ്ഞേ? ഞാനിപ്പോ ഒരാഴ്ച ഇവിടെ വന്നിട്ട് ഓ, എന്റെ കയ്യിലിരുന്ന കാശെല്ലാം തീർന്നു പോയി. നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വന്നാൽ മതി. 500 1000 തരാം, കുഴപ്പമില്ല. അതല്ലേ ഉരുക്കളെ, അത് പറ്റൂല. ഞാനിപ്പോ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വന്ന് എവിടെയാണെങ്കിൽ എനിക്ക് 500 രൂപ കിട്ടിയേ പറ്റുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, നീയേ എന്റെ അളിയന്റെ വീട്ടിലോട്ട് പോ. നിനക്ക് 500 രൂപയുടെ കളരി ഞാൻ എക്സ്ട്രാ പഠിപ്പിക്കാം, ഇപ്പൊ തന്നെ പഠിപ്പിക്കാം. ഓ വേണ്ട, അത് ഗുരുക്കള് പരിപാടിയൊക്കെ നിർത്തിയപ്പോഴേ ഞാൻ കരാട്ടയ്ക്ക് ചേർന്നു. അപ്പൊ പിന്നെ കാശ് വേണമല്ലേ? അതെ വേണം. അളിയനാരെ ബാങ്ക് മാനേജർ എന്നല്ലേ പറഞ്ഞു? അവിടെ ചോദിച്ചാൽ കിട്ടൂലേ? നോക്കട്ടെ. 500 രൂപ കളരി പിടിപ്പിച്ച പോരല്ലേ? വെള്ളം മക്കളൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കുക ഒരു 10 മിനിറ്റ്. ഞാൻ കാശ് കൊണ്ടുവരാം, ഒന്നും പോയേക്കരുത്. ഒരിക്കലും ഇല്ല. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് ചെക്കെടുത്ത് ബാങ്കിൽ പോയി പൈസ മാറി വരുമ്പോഴേക്കും സമയം പിടിക്കും. ആ ചെറുക്കനാണ് 500 രൂപയ്ക്ക് വേണ്ടി ബഹളവുക. ആക്രി സാധനങ്ങള് പുറക്കിയെടുത്ത് വിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ ഇവിടെ ഒരു ആക്രിയില്ല. പിന്നെ എന്ത് ചെയ്യും? അവനെ ഇനി കളരി പഠിപ്പിക്കാനാണേല് ആരോഗ്യം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അളിയനോട് ചോദിക്കാമെന്ന് വെച്ചാല് അത് വേണ്ട നടക്കണം. ഇനിയിപ്പോ എന്തോ ചെയ്യും? മാമന്റെ അടുത്ത് ചോദിക്കാന്ന് വെച്ചു കഴിഞ്ഞ മാമന്റെയിലോ ഒന്നുമില്ല. റിങ്കിയുടെ ചോദിക്കും, അവള് തരൂല, ശരിയാവൂല. അളിയൻ അറിയാതെ 500 രൂപ അടിച്ചു മാറ്റാം. അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശടിച്ചു മാറ്റാം. അല്ല, വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ആ 500 രൂപ അങ്ങ് തിരിച്ചു വെച്ചാ മതിയല്ലോ. അത് മതി. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. അതേ ഉള്ളു ഒരു വഴി.